പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ രാഘവൻ എന്ന കഠിനാധ്വാനിയായ ഒരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 ആൺമക്കളായിരുന്നു. പക്ഷേ അവർ 3 പേരും വളരെ മടിയന്മാരായിരുന്നു. അധ്വാനിക്കാതെ സുഖമായി ജീവിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. കാലം കടന്നുപോയി. രാഘവൻ രോഗബാധിതനായി. തൻ്റെ മരണശേഷം മക്കൾ എങ്ങനെ ജീവിക്കുമെന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു. മക്കളെ നന്നാക്കാൻ അദ്ദേഹം ഒരു വഴി കണ്ടെത്തി. ഒരു ദിവസം അദ്ദേഹം മക്കളെ അരികിൽ വിളിച്ചു പറഞ്ഞു, "മക്കളെ, നമ്മുടെ പറമ്പിൽ എവിടെയോ ഒരു നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അത് കുഴിച്ചെടുത്ത് വീതം വെച്ചെടുക്കണം." ഒരു ദിവസം രാഘവൻ അന്തരിച്ചു. നിധി കിട്ടുമെന്ന പ്രതീക്ഷയിൽ മക്കൾ 3 പേരും ആവേശത്തോടെ പറമ്പിലേക്ക് ഇറങ്ങി. അവർ പറമ്പിൻ്റെ ഓരോ ഇഞ്ചും ആഴത്തിൽ കിളച്ചുമറിച്ചു. ദിവസങ്ങളോളം കഠിനാധ്വാനം ചെയ്തിട്ടും അവർക്ക് സ്വർണമോ പണമോ അടങ്ങിയ ഒരു പെട്ടിയും കിട്ടിയില്ല. അവർ നിരാശരായി. അപ്പോൾ ആ വഴി വന്ന ഒരു അയൽവാസി അവരോട് പറഞ്ഞു, "മക്കളെ, നിങ്ങൾ ഇത്രയും നന്നായി മണ്ണ് കിളച്ചതല്ലേ? ഇനി ഇതിൽ കുറച്ച് വിത്തുകൾ പാകി നോക്കൂ." മനസ്സില്ലാ മനസ്സോടെ അവർ പറമ്പിലേക്ക് വിത്തുകൾ വിതറി. ആ വർഷം നല്ല മഴ ലഭിച്ചു. പറമ്പ് മുഴുവൻ സമൃദ്ധമായ വിളവ് ഉണ്ടായി. പാടത്തെ സ്വർണ്ണ നിറമുള്ള കതിരുകൾ കണ്ടപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. അച്ഛൻ പറഞ്ഞ നിധി ഇതായിരുന്നു. അവർ ഒരു കച്ചവടം തുടങ്ങി. അവിടുന്ന് അവർക്ക് നല്ല ലാഭം ലഭിച്ചു. അധ്വാനത്തിൻ്റെ ഫലമായി ലഭിച്ച ആ വലിയ ലാഭം അവരെ മടി ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചു. അതിനുശേഷം അവർ സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിച്ചു. ഗുണപാഠം: കഠിനാധ്വാനമാണ് ഏറ്റവും വലിയ നിധി.